രക്തക്കുഴലിലെ ബ്ലോക്കുകൾ ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ള ന്യൂസ് നമ്മൾ ഒരുപാട് കേട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ രക്തക്കുഴലിലെ ബ്ലോക്ക് എന്ന് പറയുന്നത്? അത് കൊളസ്ട്രോൾ മാത്രമാണോ കാരണം? ഷുഗറും BP, യൂറിക് ആസിഡ് ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എന്താണ് ഈ ചീത്ത കൊളസ്ട്രോള്? എന്താണ് ഈ ഗുഡ് കൊളസ്ട്രോൾ? അത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമുക്ക് ആ ഒരു നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ പറ്റും? ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. പൊതുവെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്നത് അമിതവണ്ണം, വെയിറ്റ് കൂടുതലായി ഇരിക്കുന്നവരാണ് കൊളസ്ട്രോൾ യൂഷ്വലി ചെക്ക് ചെയ്യുക. എന്നാൽ മെലിഞ്ഞിട്ടുള്ളവരിലും കൊളസ്ട്രോൾ വരാൻ സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ അവർ യൂഷ്വലി ചെക്ക് ചെയ്യില്ല. എന്തെങ്കിലും ഒരു ഭവിഷ്യത്ത് വരുമ്പോഴാണ്, ഇപ്പോൾ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ കയ്യിലോട്ടൊക്കെ വേദന സ്പ്രെഡ് ആവുക, പെട്ടെന്ന് തലകറക്കം വരിക, തീരെ വയ്യായിക വരുന്ന സമയത്താണ് അവർ ചെക്ക് ചെയ്യുക. ഒരു എമർജൻസി ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് അവർ ചെക്ക് ചെയ്യുക. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് തടിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ചിലർക്ക് മെലിഞ്ഞിട്ടാണ് പ്രകൃതം എന്നുണ്ടെങ്കിലും വിസറൽ ഫാറ്റ് എന്ന് പറയും. അതായത് അവരുടെ ആന്തരിക അവയവങ്ങളെ ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു പ്രകൃതം ഉണ്ടാകും. ഇത് ചിലപ്പോൾ ചിലർക്ക് പാരമ്പര്യമായിട്ടുണ്ടാവാം. അല്ല, താൻ മെലിഞ്ഞിട്ടാണല്ലോ, അപ്പോൾ എത്ര ഭക്ഷണം കഴിച്ചാലും തടി വരുന്നില്ല, എനിക്ക് കൊളസ്ട്രോൾ കൂടില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ കൂടുതലായിട്ടും വറുത്തതും പൊരിച്ചതും ഒരു ലിമിറ്റ് ഇല്ലാണ്ട് കഴിക്കുന്ന ഒരു പ്രകൃതം ഉണ്ട് ചിലർക്ക്. അപ്പോൾ അതുകൊണ്ട് മെലിഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരില്ല എന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. മെലിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചായിരിക്കും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ എന്താണ് ഈ രക്തക്കുഴലിലെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്? രക്തക്കുഴലുകൾ, രക്തധമനികളിൽ നമ്മൾ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുമ്പോൾ യൂഷ്വലി ഒരു ട്യൂബ് പോലെയായിരിക്കും നമ്മുടെ ഈ രക്തക്കുഴലുകൾ. അപ്പോൾ അതിൽ നമ്മുടെ ഈ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്ന സമയത്ത് അതിലോട്ടുള്ള രക്തയോട്ടം കുറയും. അപ്പോൾ ഇത് ഹൃദയാഘാതത്തിന് കാരണമാവും. സഡൻ ആയിട്ടുള്ള കാർഡിയാക് അറസ്റ്റ് അതിന് കാരണമായേക്കാം. മറ്റ് പല അസുഖങ്ങൾക്കും ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് മറ്റ് അവയവങ്ങളിലോട്ടുള്ള രക്തയോട്ടം വരെ ടോട്ടലായിട്ട് ഇത് ബാധിക്കപ്പെടും. ഇതിന് അതെറോസ്ക്ലിറോസിസ് എന്നാണ് പറയുക. യൂഷ്വലി നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ചുമ്മാ കൊളസ്ട്രോൾ അല്ല ചെക്ക് ചെയ്യേണ്ടത്, ലിപ്പിഡ് പ്രൊഫൈലാണ്. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അതിൽ വരും. HDL, LDL, VLDL, ട്രൈഗ്ലിസറൈഡ്, ഇത് 4 വരിക. ഇതിൽ തന്നെ HDL എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ്. അതാണ് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ ഗുഡ് കൊളസ്ട്രോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ രക്തധമനികളിൽ, രക്തക്കുഴലുകളിലുള്ള അടിഞ്ഞുകൂടുന്ന കൊളസ്ട്രോൾ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഫുള്ള് അടിച്ചു വരാന്നുള്ള രീതിക്ക് ഫുൾ കംപ്ലീറ്റ് അതിനെ ബാക്ക് നമ്മുടെ കരളിലോട്ട് എത്തിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ കൂടുന്നത് വളരെയധികം ആവശ്യമാണ്. ഇനി LDL എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്. ഇത് ധമനികളിൽ, നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ഫർദർ ബ്ലോക്കേജ്, അതായത് ആ ഒരു ബ്ലഡ് വെസൽ ചുരുങ്ങി പോവാനും ഹൃദയത്തിലോട്ടുള്ള രക്തയോട്ടം കംപ്ലീറ്റ് മെല്ലെ മെല്ലെ കുറയാനും, മാത്രമല്ല BP, ബ്ലഡ് പ്രഷർ കൂടാനും ഈ ഒരു കൊളസ്ട്രോൾ ഒരു റീസണാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് പോകും. അപ്പോൾ അതിനൊരു ചുരുക്കം വരുന്ന സമയത്ത് അത്രയും പ്രഷർ ചെലുത്തിയിട്ടാണ് ആ ഒരു ധമനികളിലൂടെ പോകേണ്ടി വരിക. അപ്പോൾ അങ്ങനെ BP വരാനും ഈ കൊളസ്ട്രോൾ ഒരു കാരണക്കാരനാണ്. അപ്പോൾ അതിന് ഈ ലോ ഡെൻസിറ്റി ലിപ്പിഡ് എന്ന് പറയുന്ന ബാഡ് കൊളസ്ട്രോൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിൽ തന്നെ VLDL എന്നുണ്ട്, അതായത് വെരി ലോ ഡെൻസിറ്റി ലിപ്പിഡ്. VLDL ആണ് നമ്മൾ അടുത്ത് പറഞ്ഞ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും. അതും ലിവറിലാണ്, ഇതിൻ്റെ ഈ കരളിലാണ് നമ്മുടെ ഈ കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സിനെ കരളിൽ നിന്നും നീക്കം ചെയ്യുന്നത്, രക്തത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ VLDLൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഈ ട്രൈഗ്ലിസറൈഡ്സ് യൂഷ്വലി കൂടുന്നത് ഷുഗർ അധികം കഴിക്കുന്നവരിലാണ്. പൊതുവെ നമ്മൾ വിചാരിക്കും കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോൺ വെജ് അത് അവോയ്ഡ് ചെയ്യണം, ശരിയാണ്. പൊതുവെ മാംസാഹാരങ്ങളിൽ, അതിൽ തന്നെ പ്രത്യേകിച്ച് ചുവന്ന ഇറച്ചികളായിട്ടുള്ള റെഡ് മീറ്റ് ആയിട്ടുള്ള മട്ടൺ, ബീഫ്, പോർക്ക് ഇവയിലാണ് കൂടുതലായിട്ടും നമ്മൾ കൊളസ്ട്രോൾ അധികം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ BP ഉള്ളവർ, അതല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവരിൽ നമ്മൾ യൂഷ്വലി ഇതിൻ്റെ ഒരു ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് പറയാറുണ്ട്. എന്നാൽ ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് ഷുഗർ ഫുഡ്, അതായത് നമ്മൾ കാർബ്സ് അധികം കഴിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ല, ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രൈഗ്ലിസറൈഡ് ലെവലും ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അത് ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കുന്ന കാർബ്സ് ആണ് പൊതുവേ ഫാറ്റി ലിവറിൽ ഒഴിവാക്കാൻ പറയാറുള്ളത്. നമ്മൾ അന്നജമാണ് ഒഴിവാക്കാൻ പറയാറ്.
അപ്പോൾ പുറത്തുനിന്നുള്ള ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, അങ്ങനെ കാർബ്സ് അധികം കഴിക്കുമ്പോൾ പഞ്ചസാരയുടെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിയുമ്പോൾ അതാണ് നമുക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവലിൽ ഒന്നുകൂടി കൂട്ടാനായിട്ട് കാരണമാവുന്നത്. കാരണം അധികമായിട്ടുള്ള ശരീരത്തിലുള്ള പഞ്ചസാര നമ്മുടെ കരളിൽ അത് ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർ നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കൂടി കാണാൻ ചാൻസ് ഉണ്ട്. ഫാറ്റി ലിവറിൽ നമ്മൾ ടെസ്റ്റുകൾ പറയാറുണ്ട്, SGPT SGOT ടെസ്റ്റുകളൊക്കെ പറയാറുണ്ട്. ഗ്രേഡ് 1 അത്ര കൂടുതലായിട്ട് കാണിക്കില്ല, എന്നാൽ ഗ്രേഡ് 2 ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ലെവൽ കൂടി കാണിക്കാറുണ്ട്. ഈ രക്തക്കുഴലുകളിലെ ബ്ലോക്ക് എന്താണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? കൊളസ്ട്രോൾ എപ്പോഴാണ് നമ്മൾ മെഡിക്കേഷൻ എടുക്കേണ്ടത്? ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഒരു ലെവൽ പറയുകയാണെങ്കിൽ നമ്മൾ 200 mg/dL നമ്മൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് പറയും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചിലർക്ക് 210 ഉണ്ടാവും, ഒരു 10 പോയിൻ്റ് ആയിരിക്കും കൂടുതലുണ്ടാവും. അതിന് മെഡിക്കേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റം വരുത്തിച്ച് കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും പറ്റും. നമ്മുടെ ഈ HDL എന്ന് പറഞ്ഞല്ലോ, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് ഗുഡ് കൊളസ്ട്രോൾ, നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂടണമെന്നുണ്ടെങ്കിൽ ദിവസവും അരമണിക്കൂർ തീർച്ചയായിട്ടും നടക്കണം. അത് നടന്നു കഴിയുമ്പോൾ നമ്മുടെ കരളിലോട്ടുള്ള രക്തയോട്ടം കൂടുകയും ഈ ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് ആയിട്ടുള്ള നല്ല കൊളസ്ട്രോൾ നമ്മുടെ ഹൃദയത്തിലും മറ്റ് രക്തധമനികളിലൊക്കെ പോയി ഈ വേണ്ടാത്ത അടിഞ്ഞുകൂടി കിടക്കുന്ന ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ ഫുള്ള് നീക്കം ചെയ്യും. അപ്പോൾ HDL കൂടാനായിട്ട് നമ്മൾ നട്ട്സ്, അതേപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഇപ്പോൾ ചെറു മത്സ്യങ്ങളുണ്ടല്ലോ, മത്തി, അയല, ചൂര, അത് കഴിക്കുന്നത് നല്ലതാണ്. ഈ നട്ട്സും, അതായത് ബദാം, പിസ്ത, ഇങ്ങനത്തെ നട്ട്സ് കഴിക്കുന്നതും വളരെ ഇഫക്റ്റീവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദിവസവും അരമണിക്കൂർ 30 മുതൽ 40 മിനിറ്റ് വാക്കിംഗ് ഉറപ്പുവരുത്തുക. അതേപോലെ ഓരോ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം, ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും നിങ്ങളുടെ HDL നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്ന ഹൈ ലെവൽ കൊളസ്ട്രോളിന് നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത് ഈ മഞ്ഞളെന്നും അതേപോലെ തന്നെ വെളുത്തുള്ളി എന്നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസ് ആണ്. മഞ്ഞൾ എന്ന് പറയുമ്പോൾ കുർക്കുമ ലോങ്ങ, അതിൽ കുർക്കുമിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനൊക്കെ അലിയിച്ച് കളയാൻ വളരെ സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഈക്വലായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആലിയം സറ്റൈവം എന്ന് പറയും. ആലിയം സറ്റൈവം മരുന്ന് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി കൂടുതലായിട്ട് എടുക്കുന്നതും കൊളസ്ട്രോൾ ഉള്ളവരിൽ കൂടുതലായിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങളുടെ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ സഹായകരമാവുന്ന ഒന്നാണ്. ഇതിനു വേണ്ടി ഇപ്പോൾ 210 220 മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഹൈ ലെവലാണ്. നിങ്ങളുടെ ഏജും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു 40 വയസ്സിന് മുകളിലാണ്. അതേപോലെ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷുഗർ ഉണ്ട്, യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ BP ഉണ്ട് എന്നുണ്ടെങ്കിൽ, ചെറിയ തോതിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിന് മെഡിക്കേഷൻ എടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. കാരണം ഈ ഷുഗർ ഉള്ളവരിൽ പലപ്പോഴും വേദന അറിയില്ല, സൈലൻ്റ് അറ്റാക്ക് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പോൾ സാധാരണഗതിയിൽ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നെഞ്ചുവേദനയായിട്ടും അത് കൈകളിലോട്ട് അത് സ്പ്രെഡായി പോവുക, താടിയുടെ അവിടേക്ക് വേദന വരിക, ഓക്കാനിക്കാൻ വരും, കുഴഞ്ഞു പോകുന്ന പോലെ, ക്ഷീണം ആകെ തളർന്നു പോകുന്ന പോലെ, ദേഹമൊക്കെ വേർക്കുക, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണും. എന്നാൽ ഒരുപാട് ഷുഗർ ഉള്ള പേഷ്യൻസിൽ, അതായത് ഡയബറ്റീസ് കൺട്രോളിൽ, പ്രമേഹം കൺട്രോളിലല്ലാത്ത പേഷ്യൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേദന വരുന്നത് അറിയില്ല, പെയിൻ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഷുഗർ കൺട്രോളിൽ വെക്കണമെന്ന് പറയുന്നതും. ഷുഗർ ഉള്ളവർ, കൊളസ്ട്രോൾ ബോർഡർ ലൈൻ ആണെങ്കിലും അവർ തീർച്ചയായിട്ടും മെഡിസിൻസ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഷുഗറും BP-യും ഇതും കൊളസ്ട്രോളിനെ നമുക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. യൂറിക് ആസിഡ് ഉള്ളവർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരിക്കും പ്രോട്ടീൻ അധികം കഴിക്കുമ്പോഴാണ് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം വരുന്നത്. അത് കിഡ്നി ഫിൽട്ടർ ചെയ്യും. അപ്പോൾ നമ്മുടെ കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആവുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിട്ടാണ്, ഒരു ചങ്ങല പോലെ ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. പൊതുവേ ഷുഗർ, ഡയബറ്റീസ് ഉള്ളവർക്ക് കൺട്രോളായി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രമേഹം അത് അഫക്റ്റ് ചെയ്യുന്നത് കിഡ്നീനെ ആയിരിക്കും. അപ്പോൾ ഈ വൃക്കകളെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലെ ആ ഒരു അരിപ്പ, അതിൻ്റെ കപ്പാസിറ്റി, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഒക്കെ പറയും, അത് നശിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടും. നമ്മുടെ യൂറിൻ വഴി അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി അത് ഫിൽട്ടർ ചെയ്യാനായിട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടും. ഇതും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടാനായിട്ട് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. നേരത്തെ HDL, അതായത് നല്ല കൊളസ്ട്രോളുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വേറൊരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ്സിൽ കൂടുതലും നല്ല HDL ഉണ്ട്, നല്ല കൊളസ്ട്രോൾ ഉണ്ട്. ഇനി രക്തക്കുഴലുകളിലെ ബ്ലോക്ക് വരാതിരിക്കാനായിട്ട്, നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ആയിട്ട്
നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? മരുന്ന് നമ്മൾ സെക്കൻഡറി ആയിട്ടാണ്, ആദ്യം നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണമല്ലോ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ നിന്നാണ് അതിൻ്റെ മാറ്റം തുടങ്ങേണ്ടത്. നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന വനസ്പതി, അതേപോലെ തന്നെ മറ്റ് റിഫൈൻഡ് ഓയിലുകൾ, ഇതൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിന് പകരം ഓലിവ് ഓയിൽ, അതേപോലെ തന്നെ കടുകെണ്ണ, കടലെണ്ണ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന് വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്, ഹൃദയത്തിൻ്റെ രക്തയോട്ടത്തിന് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യും, നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് മാറ്റി നോക്കാം. വെളിച്ചെണ്ണയിൽ കൂടുതൽ ലോറിക് ആസിഡ് കണ്ടന്റ് ഉണ്ട്. എന്നാൽ വെളിച്ചെണ്ണ അധികം കൊളസ്ട്രോൾ ഉള്ളവർക്ക് നമ്മൾ കഴിക്കേണ്ട എന്നാണ് പറയാറ്. അപ്പോൾ പൊതുവേ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നമ്മൾ നോൺ വെജ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അതിൽ തന്നെ റെഡ് മീറ്റ് ആണ് അവോയ്ഡ് ചെയ്യാൻ പറയുക. പക്ഷേ ചിക്കൻ ലീൻ പ്രോട്ടീനാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചില കാർഡിയാക് പേഷ്യൻസ് ആണെങ്കിലും അതല്ല കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിലും ചിക്കൻ എടുക്കാൻ പറയാറുണ്ട്. അത് വറുത്തതും പൊരിച്ചതുമല്ല, കറിയായിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചതൊക്കെ ആയിട്ട്, ഇപ്പോൾ മന്തി ചിക്കൻ പോലുള്ളതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നേരത്തെ ലിപ്പിഡ് പ്രൊഫൈലിൽ ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ, നമ്മുടെ ശരീരത്തിൽ അധികം ഷുഗർ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് പഞ്ചസാരയുടെ ലെവൽ കൂടുമ്പോൾ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ കൂടുമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അത് കുറയ്ക്കണം. ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ നീർമരുത് എന്ന് പറയും, ടെർമിനാലിയ അർജുന, ഇത് വളരെയധികം ഇഫക്റ്റീവാണ്. നമ്മൾ ആ ഒരു മെഡിസിൻ തന്നെയാണ്, അതിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിനാണ് യൂഷ്വലി ട്രൈഗ്ലിസറൈഡ് ലെവൽ കുറയ്ക്കാനായിട്ട് കൊടുക്കാറ്. അത് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോൾ ഇനി മുതൽ ഒരു 40 കഴിഞ്ഞവരാണ്, 35 കഴിഞ്ഞവരാണ്, എന്നാൽ ശരീരത്തിൽ ഇതുവരെ ഒരു ടെസ്റ്റുകളും ചെയ്തിട്ടില്ല, ചെറിയൊരു ക്ഷീണമുണ്ട്, അത്ര ഹെൽത്തി അല്ല നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഷുഗറും BP മാത്രം ചെക്ക് ചെയ്താൽ പോരാ, നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യൂ. ഇത് മെലിഞ്ഞിട്ടുള്ളവർക്കും അതേപോലെ തടിയുള്ളവർക്കും ഈക്വലി ബാധകമാണ്. എന്നിട്ട് അത് ബോർഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണശൈലിയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഓയിലുകളൊക്കെ ഒന്ന് മാറ്റി നോക്കുക. ഹോം റെമഡീസും ട്രൈ ചെയ്യുക. അതായത് വെളുത്തുള്ളി, മഞ്ഞൾ, ഇതൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ഇതിലൊന്നും കൺട്രോൾ ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.